ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇന്നും എന്റെ ഇര ആർ പി കുസൈനാണ് കേട്ടാ. വരണം മിസ്റ്റർ ആർ പി കുസൈൻ. വന്ന് ചാണകവർത്താനം പറഞ്ഞാലും എന്താണ് ഇന്ന് ആർ പി കുസൈൻ പറഞ്ഞെന്ന് വെച്ചിട്ടില്ല, അത് ഭയങ്കര വലിയൊരു കണ്ടുപിടുത്താണ്. അതായത് കേരളത്തിലെ BJP മുസ്ലിങ്ങളെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ആർ പി കുസൈന്റെ പുതിയ കണ്ടെത്തൽ. അതായത് കേരളത്തിലെ മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി BJPക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ള വലിയൊരു തള്ളാണ് നമ്മൾ ആർ പി കുസൈൻ തള്ളിയത്. നമുക്ക് എന്തായാലും ആ വലിയ തള്ളൊന്ന് കേട്ടിട്ട് വന്നാലോ? വാ. മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഹിന്ദുക്കളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJP മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് BJPയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ പറയൂ, ആർക്കാ പിന്നെ ആ BJPക്കാരൻ വോട്ട് ചെയ്യും? ആ ഹിന്ദു പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? അയാൾ പൂർണ്ണ BJPക്കാരനായിട്ട് മാറും. ഈ പൊട്ടം പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിന? അനക്കൊരു ഒലക്കിയും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നുണ്ടല്ല ഇതെന്തോ വലിച്ചിട്ടാ വന്നത്. വലിച്ചിട്ടല്ല, കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് ശ്വസിച്ചിട്ട് അങ്ങനെ വന്നിട്ടുള്ളത്. ഇവൻ പറഞ്ഞ വേറൊരു കാര്യം കേട്ടുന്ന BJP കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ടെന്ന്. എപ്പോ, എവിടാ, ഏത് രാജ്യത്ത്? നീ ഏത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു? നീ ഏത് കേരളത്തിന്റെ കാര്യം പറയുന്നത്? കേരളത്തിൽ എവിടെയെങ്കിലും പോട്ട്, ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPക്കാർ മുസ്ലിങ്ങളെ കുറിച്ച് രണ്ട് വാക്ക്, വേറെ അധികമൊന്നും വേണ്ട, രണ്ട് നല്ല വാക്ക് പറഞ്ഞ ഏതെങ്കിലും ഒരു സംഭവം നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും അവസാനം മുസ്ലിങ്ങളെ കുറ്റം പറയാനും മുസ്ലിങ്ങളെ വർഗീയപരമായിട്ട് അധിക്ഷേപിക്കാനും അല്ലാണ്ട് BJPയുടെ നേതാക്കന്മാർ എപ്പോഴെങ്കിലും വായ തുറന്നിട്ടുണ്ടാ? എന്റെ ആർപിക്ക് ഹുസൈന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടല്ല, വലിച്ചു കയറ്റിയൊന്നല്ല, എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുള്ളേ. അല്ലാണ്ട് ഇത്രയും പൊട്ടത്തരും ഇത്രയും മണ്ടത്തരും ഒന്നും വിളിച്ചു പറയാൻ ഒരാളെ കൊണ്ടും പറ്റൂല. നമുക്ക് എന്തായാലും ഇവന്റെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം. വാ. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഹിന്ദുക്കൾ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ലോക്സഭ പുനർനിർണ്ണയം കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുടെ എണ്ണം കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും അവർക്ക് ഈ മുസ്ലിം പ്രീണനത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അവർ ശരിക്കും ഈ ഹിന്ദുക്കളെ പ്രീണിപ്പിച്ചാൽ പോലെ. എന്റെ അവതാരക ആ ആർ പി കുസൈൻ എന്തൊക്കെയോ വലിച്ചു കയറ്റിട്ട് എന്തൊക്കെയോ പൊട്ടത്തരം പറഞ്ഞു വെച്ചിട്ട് നീ അതൊന്നും കാര്യാക്കല്ലേട്ടാ. നീ ഓനെയും കണ്ടി വലിയ പൊട്ടനാകല്ല എന്റെ അവതാരക. ആ ചങ്ങായി വലിയൊരു പൊട്ടനാന്ന്. ആ പൊട്ടനാന്ന് തീയാണ്ടിക്കാൻ വേണ്ടിട്ടാണ് ആ ബുദ്ധിജീവികളിടുന്ന കണ്ണടിയും വെച്ചിട്ട് വന്നിട്ട് നിന്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്തൊക്കെ ബുദ്ധിജീവി ലുക്ക് ഉണ്ടാക്കിയാലും പൊട്ടത്തരല്ലാണ്ട് ആ ചങ്ങായിന്റെ വായിന്ന് വരൂല്ല. ലുക്ക് ഉണ്ടെന്നുള്ളൂ. പൊട്ടനാ, മരപ്പൊട്ടൻ. നമുക്ക് ഈ മരപ്പൊട്ടന്റെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം. അതായത് ഇത് വോട്ട് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഹിന്ദുക്കളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJP മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് BJPയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട്. അവരെന്തിനാ അകന്നു നിൽക്കുന്നത്? അവർ നല്ല മനുഷ്യന്മാരാണ് അടിസ്ഥാനപരമായിട്ട്. അവർക്ക് മുസ്ലിം വിരുദ്ധർ എന്ന് പറയുന്ന സംഗതിയോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. ഈ വീഡിയോയിൽ ആർ പി കുസൈൻ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് കേട്ടാ. BJPയോട് അകന്ന് നിൽക്കുന്നവരൊക്കെ, BJPയെ വെറുക്കുന്നവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് ആർ പി കുസൈൻ ഈ വീഡിയോയിൽ സമ്മതിക്കുന്നു. അതായത് BJPയിലുള്ളവര് നല്ല മനുഷ്യരല്ല, BJP എന്തോ മോശ സാധനാണെന്ന് ഈ ആർ പി കുസൈൻ വലിച്ചു കയറ്റിയ സാധനത്തിന്റെ കിക്കിലാണെങ്കിലും തുറന്നു പറയുന്നു. മനസ്സിലുള്ള കാര്യം സത്യം തുറന്നു പറയുന്നു ഈ വീഡിയോയിൽ. എന്റെ ആർപിക്ക് ഇതെങ്ങാനും നിന്റെ സംഖ്യകൾ കേട്ടിട്ടുണ്ടല്ല, നിന്നെ വലിക്കാൻ വേണ്ടി വലിച്ചു കയറ്റാൻ വേണ്ടി അവർ വാക്കി വെച്ചേക്കൂല കേട്ടാ. കാരണം അവരെ പൈസയും വാങ്ങി നക്കി മൂഞ്ചിട്ട് അവർക്കെതിരെയൊക്കെ ഇങ്ങനെ വന്ന് പറയണമെങ്കിൽ നീ എത്രമാത്രം വലിയ സാധനം, എത്രമാത്രം മലങ്കട്ട് സാധനമായിരിക്കും വലിച്ചു കയറ്റിയിട്ടുണ്ടാവുക. എല്ലെങ്കിലേ സംഖ്യകൾ ഇപ്പം വെക്കുന്ന വെടിയൊക്കെ അവരെ ഹുണ്ടിക്കാന്ന്. അതിന്റെ കൂടെയാണ് പൈസ കൊടുത്തിട്ട് കടിക്കുന്ന ഒരു പട്ടീനെ വാങ്ങിയ അവസ്ഥയായിപ്പോയില്ല എന്റെ ആർപിക്ക് നിന്നെ കൊണ്ട്. നമുക്ക് ഇനിയും ആർ പി കുസൈൻ സംഖ്യയുടെ ഹുണ്ടിക്ക് തന്നെ വെടിവെക്കുന്ന അടുത്ത വീഡിയോ കണ്ടിട്ട് വരാം. അതായത് BJPയോട് ചിലപ്പോൾ ഒരു ചായവൊക്കെ ഉണ്ടാവും, പക്ഷേ BJPയുടെ രാഷ്ട്രീയത്തോട് ചിലപ്പോൾ അവർക്ക് യോജിപ്പുകൾ ഉണ്ടാവും, അവരുടെ ചില ആശയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് അവരൊരു മുസ്ലിം വിരുദ്ധരാണ് എന്നുള്ള ഒരു സാധനം. അത് എല്ലാ ആളുകളും ഇപ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു എതിർപ്പുള്ളൊരു കാര്യമാണ്. ആ സാധനം മാറിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യാതെയൊക്കെ മാറി നിൽക്കുന്ന ഒരു വലിയ ഒരു സമൂഹം ഹിന്ദുക്കൾ ഓൾറെഡി BJPയോട് ഇങ്ങനെ മുട്ടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളായിരിക്കും. ഈ ഒരൊറ്റ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും അവരിങ്ങനെ മടിച്ചൊക്കെ നിൽക്കുന്നത്. അവർ പോയിട്ട് നേരെ കോൺഗ്രസിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വോട്ട് ചെയ്യുന്നൊക്കെ ആ സമയത്തായിരിക്കും. ഇങ്ങനെ ഒരു സംഗതി വന്നാൽ നിങ്ങൾ പറയൂ, ആർക്കാ പിന്നെ ആ BJPക്കാരൻ വോട്ട് ചെയ്യും? ആ ഹിന്ദു പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? അയാൾ പൂർണ്ണ BJPക്കാരനായിട്ട് മാറും. സംഖ്യയൊന്നും ആവില്ല, പക്ഷെ BJPക്ക് വോട്ട് ചെയ്യാം. അവർ പഴയ പോലെ അല്ലല്ലോ, അവർ മാറിയല്ലോ. അപ്പോൾ ഹിന്ദുക്കൾ എന്താടാ പൊട്ടന്മാറാ? നീ പറയുന്ന പോലെ BJPനെ വിശ്വസിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഈ മരപ്പൊട്ടം പറഞ്ഞ വേറൊരു പൊട്ടത്തരം കേട്ടിന, BJPയുടെ ചില ആശയത്തോട് മാത്രമേ ആൾക്കാർക്ക് വെറുപ്പുള്ളൂ എന്ന്. BJPക്ക് എന്ത് ആശയമാണുള്ളത് എന്റെ ആർ പി കുസൈനെ? ഇവരുടെ ആശയം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വിരുദ്ധത, ക്രൈസ്തവ വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ഇതല്ലാണ്ട് അവർക്ക് വേറെന്ത് ആശയമാണുള്ളത് എന്റെ ആർ പി കുസൈനെ? അവരുടെ ആശയം എന്ന് വെച്ചാൽ ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് വർഗീയത ഉണ്ടാക്കുക. അതിനവർ കണ്ടുപിടിച്ച മാർഗമാണ് മുസ്ലിം വിരുദ്ധത. മുസ്ലിം വിരുദ്ധത തലക്ക് പിടിച്ച് നടക്കുന്ന സംഖ്യക്ക് വേറെ എന്ത് ആശയമാണുള്ളത്? എന്നിട്ട് ഈ ആശയം വിശ്വസിക്കുന്ന നീ പൊട്ടനെ വെച്ചിട്ട് എല്ലാരും ആ പൊട്ടന്മാരുടെ കൂട്ടത്തിലെ കൂട്ടല്ല എന്റെ പൊട്ടന്റെ പൊട്ട.
ഈ പൊട്ടൻ പറഞ്ഞതിൽ ഏറ്റവും വലിയ കോമഡി എന്താ പറയാ, ഇവനാണ് സംഖ്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ച് പച്ച വർഗീയതയും ഇല്ലാ കഥകളും പടച്ചുവിടുന്നത്. ഈ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്ന ഈ വേട്ടാവളിനെ പറഞ്ഞ് സംഖ്യക്കാകെയുള്ള കുഴപ്പം മുസ്ലിം വിരുദ്ധത മാത്രമാണെന്ന്, മുസ്ലിം വിരുദ്ധത സംഖ്യക്ക് വേണ്ടി മൊത്തം ചില്ലറിയായിട്ട് പടച്ചുവിടുന്ന ഈ വേട്ടാവളിന്റെ വായിൽ തന്നെ ഇമാതിരി പൊട്ടത്തരം പുറത്തു വരുന്നുണ്ടല്ലോ. നമുക്കെന്തായാലും ഇവൻ പറയുന്ന അവസാന പൊട്ടത്തരും കേട്ടിട്ട് വരാം. വാ. ജമാഅത്ത് ഇസ്ലാമി പഴയ ജമാഅത്ത് ഇസ്ലാമി അല്ല, മാറി. അതെ. അത് എന്ന് അവർക്ക് പറയാൻ പറ്റുന്ന പോലെ BJP പഴയ BJP അല്ല, മാറി. മതേതര BJP ആണ്. ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാ തവണ അവർക്കല്ല, ഇത്തവണ നമുക്ക് ഇവർക്ക് കൊടുത്തു നോക്കാം എന്ന് ചിന്തിക്കാൻ ഒരു വഴി തെളി. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു പ്രീണനം നടത്തുന്നത് ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാനാണെങ്കിൽ BJP മുസ്ലിം പ്രീണനം നടത്തുന്നത് ഹിന്ദുക്കളുടെ വോട്ട് തന്നെ കിട്ടാനാണ്. അതാണ് ഉണ്ടാവുക, അല്ലാതെ മുസ്ലിങ്ങളുടെ വോട്ടൊന്നും കിട്ടാനാണ്. സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ സാധനം നല്ല വലിച്ചു കയറ്റിനി, വലിയ സാധനമാണ്. മലങ്കട്ട് ലോക്കല് കമ്മിട്ട് സാധനം വലിച്ചു കയറ്റിട്ടാ ഉള്ളത്. അതാണ് ഇമാതിരി പൊട്ടത്തരം പറയുന്നത്. ഈ പൊട്ടം പറയുന്നത് എന്താ വെച്ചാല് കോൺഗ്രസിനും CPM-നും വോട്ട് ചെയ്തവരൊക്കെ ഒരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ട് BJP-ക്ക് വോട്ട് ചെയ്യുന്നതാണ്. എല്ലാവർക്കും നമ്മളിപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിന് പകരം പൊറോട്ടയാക്കും, ചിലപ്പോൾ ചപ്പാത്തിയാക്കും, ചിലപ്പോൾ കഞ്ഞിയാക്കും, ചിലപ്പോൾ നെയ്ച്ചോറാക്കും, ചിലപ്പം ബിരിയാണിയാക്കും. പക്ഷെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ചാണകാരങ്ങൾ കഴിക്കാൻ നിൽക്കും RP ഹുസൈന്. ഭക്ഷണത്തിൽ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിക്കും. എല്ലാണ്ട് നിന്നെയൊക്കെ പോലെ ചേഞ്ചിനും വെറൈറ്റിക്കും വേണ്ടി ചാണകം തിന്നുണ്ട് വെച്ചിട്ട് എല്ലാരും അങ്ങനെ ചാണകം തിന്നുന്ന ആൾക്കാരാണോ എന്റെ RP ഹുസൈന്? അതുകൊണ്ട് മലയാളി ഭക്ഷണത്തിന് പകരം ചാണകം തിന്നാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നീ പറഞ്ഞ പോലെ BJP പഴയ BJP-യോ പുതിയ BJP എന്തോ ആയിക്കോട്ടെ, പക്ഷെ മലയാളി പഴയ മലയാളി തന്നെയാണ്. സംഘികളെ അടുപ്പിക്കൂല എന്ന് പറഞ്ഞാൽ അടുപ്പിക്കൂല. പിന്നെ നീയൊക്കെ പടച്ചു വിടുന്നുണ്ട് കേരളത്തിൽ BJP വളരുന്നുണ്ടെന്ന്. എന്ത് വളർച്ചയിടോ? പണ്ടേ BJP ആൾക്കാർ പണ്ട് അവര് തുറന്നു പറയാറില്ല, ഇപ്പൊ അവര് തുറന്നു പറയുന്നു. പണ്ട് അവര് തുറന്നു പറയാത്ത എന്താ വെച്ചാല് എന്തോ ഒരു നാണക്കേടാന്ന് BJP അവർക്ക് അറിയുന്നുണ്ടെന്ന്. ഇപ്പൊ അവര് തുറന്നു പറഞ്ഞത് അവർക്ക് ആ നാണവുമാരെല്ലാം പോയി, അതുകൊണ്ട് അവര് BJP ആണെന്ന് പറഞ്ഞു. എല്ലാണ്ട് എന്ത് വളർച്ചയാണ്? അതായത് നമ്മളെ സെൻകുമാറിനെ കണ്ടില്ലേ, പണ്ടേ സെൻകുമാറിലെ BJP ആണ്. സെൻകുമാർ, ജേക്കബ് തോമസ്, ഇങ്ങനെ കുറെ പോലീസ് മേധാവികളില്ലേ, അവരൊക്കെ പണ്ടേ BJP ആണ്. അവരെന്തേരം തുറന്നു പറഞ്ഞില്ല. ഇപ്പൊ അവര് നാണവുമാനൊക്കെ പോയപ്പോ അവര് തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പുതിയതായിട്ട് BJP വളരുന്നുണ്ടെന്ന് പറഞ്ഞാല് നമ്മൾ സമ്മതിക്കൂല. പണ്ട് നാണക്കേട് കൊണ്ട് തുറന്നു പറയാത്തവര് ഇപ്പൊ നാണവുമാനവും എല്ലാം പോയപ്പം തുറന്നു പറയുന്നു. അതാണ് BJPക്ക് ഉണ്ടായ ഒരേ ഒരു മാറ്റം. അതായത് ഉണക്ക ചാണകം പച്ച ചാണകമായി, അല്ലാണ്ട് വേറെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്റെ RP ഹുസൈനെ. അതുകൊണ്ട് BJP കേരളം പിടിക്കുമെന്നും നിന്നെ മുഖ്യമന്ത്രി ആക്കുമെന്നെല്ലാം എന്റെ ആഗ്രഹം കണ്ടില്ല. യോഗമില്ല RPക്ക് പായി മടക്കിക്കോളി. അതുകൊണ്ട് പായെ കിടക്കാൻ യോഗമില്ലാത്ത RP ഹുസൈനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.